ശരീരത്തിന്റെ സുഖത്തിനു വേണ്ടി, എൻ്റെ ഈ ജീവിതത്തിന്റെ സുഖത്തിനു വേണ്ടി, എൻ്റെ ഭൗതിക വളർച്ചയ്ക്ക് വേണ്ടി ദൈവവചനത്തെ ഉപയോഗിക്കാനുള്ള ഒരു പ്രലോഭനം നമ്മുടെയൊക്കെ ചുറ്റും. അമ്മ തൻ വിശുദ്ധി നിറയും, അമ്മ തൻ കരുതലേകും വചനമാം തിരുവഴിയേ അണയാമൊന്നു ചേരാം. ജപമാല കൂട്ട്, ജപമാല കൂട്ട്, ജപമാല കൂട്ട്, ജപമാല കൂട്ട്. നിന്റെ പാദം കല്ലിൽ തട്ടാതെ സൂക്ഷിച്ചുകൊള്ളുമെന്നും എന്നും പ്രാർത്ഥിക്കുന്ന ദൈവിക സംരക്ഷണത്തിനുള്ള വചനത്തെ എടുത്തുകൊണ്ടാണ് ഈശോയെ പിശാച് പരീക്ഷിക്കാൻ ഇട്ടുകൊടുക്കുക. സ്നേഹമുള്ളവരെ, ദൈവവചനത്തെ ഇങ്ങനെയും ദുരുപയോഗ മേഖലകളിലേക്കുമൊക്കെ മാറാൻ ഇടയുണ്ട്. എൻ്റെ ശരീരത്തിന്റെ സുഖത്തിനു വേണ്ടി, എൻ്റെ ഈ ജീവിതത്തിന്റെ സുഖത്തിനു വേണ്ടി, എൻ്റെ ഭൗതിക വളർച്ചയ്ക്ക് വേണ്ടി ദൈവവചനത്തെ ഉപയോഗിക്കാനുള്ള ഒരു പ്രലോഭനം നമ്മുടെയൊക്കെ ചുറ്റുപാടുകളിലുണ്ട്. ദൈവവചന ശുശ്രൂഷയിലേക്ക് ഞാൻ എന്തിനാണ് പോകുന്നത് എന്ന് ഞാൻ അതുകൊണ്ടിരുന്ന് ശ്രദ്ധിച്ച് പ്രാർത്ഥിച്ച് എൻ്റെ നിയോഗത്തെ ഞാൻ ക്ലിയർ ആക്കേണ്ടതുണ്ട്. ഹല്ലേലൂയ. ആത്മീയ ശുശ്രൂഷകളുടെ മേഖലകളിലേക്ക് ഞാൻ നീങ്ങുന്നത് ഏതോ ഒരു നിയോഗത്തോടെയാണ് എന്ന് ഞാൻ ഉറപ്പുവരുത്തേണ്ടതുണ്ട്. ദൈവിക കാഴ്ചപ്പാടും ആത്മീയതയിൽ ആഴപ്പെടാനും അല്ല എങ്കിൽ ഈ ജീവിതത്തിലേക്ക് ശ്രദ്ധ കൊടുത്തുകൊണ്ടാണ്, അല്ലെങ്കിൽ അതിലേക്ക് ശ്രദ്ധിച്ചുകൊണ്ടാണ് എൻ്റെ ആത്മീയ കർമ്മങ്ങളെല്ലാം നിർവഹിക്കപ്പെടുന്നെങ്കിൽ അത് പിശാചിന്റെ പരീക്ഷണമാണ്. ഹല്ലേലൂയ. ആ പരീക്ഷണത്തിൽ ഞാൻ വിജയിക്കുന്നില്ല, വീഴുകയാണ്. ഈ ജീവിതത്തിന് വേണ്ടി മാത്രം ക്രിസ്തുവിൽ വിശ്വാസം അർപ്പിച്ചിട്ടുള്ളവരാണ് നിങ്ങളെങ്കിൽ നിങ്ങൾ എല്ലാ മനുഷ്യരെക്കാളും നിർഭാഗ്യരാണ്. ഹല്ലേലൂയ. പൗലോസ് കൊരിന്തോസുകാർക്ക് 1-ാം ലേഖനം 15-ാം അധ്യായം 19-ാം വചനത്തിൽ പറയുന്നത് അങ്ങനെയാണ്. ഈ ജീവിതത്തിന് വേണ്ടി മാത്രം ക്രിസ്തുവിൽ വിശ്വാസം അർപ്പിച്ചിട്ടുള്ളവരാണ് നിങ്ങളെങ്കിൽ നിങ്ങൾ എല്ലാ മനുഷ്യരെക്കാളും നിർഭാഗ്യരാണ്. പ്രിയമുള്ളവരെ, ഇതൊരു വലിയ പ്രലോഭനമായി നമ്മുടെ ഒക്കെ ജീവിതത്തെ ബാധിക്കാനിടയുണ്ട്. ഒരുപാട് പേര് ഈ പ്രലോഭനത്തിൽ വീണു പോവുകയാണ്. തിരിച്ചറിവ് കിട്ടാതെ ദൈവവചനം, ആത്മീയ ശുശ്രൂഷകളെല്ലാം അവരുടെ ജഡജീവിതത്തിന് മറയായിത്തീരുന്ന ഒരു കാലഘട്ടമാണ്. അതുകൊണ്ട് വലിയ ജാഗ്രത സൂക്ഷിക്കണം. അതുകൊണ്ടാണ് പൗലോസ്ലീഹ വചനത്തിൽ ഇപ്രകാരം ഓർമ്മപ്പെടുത്തുന്നത്, പിശാച് പോലും ദൂതന്മാരുടെ രൂപം സൂക്ഷിക്കും. മാലാഖയുടെ രൂപത്തിൽ പിശാച് വരും, ദൈവവചനം ഉപയോഗിക്കും, ആത്മീയ കാര്യങ്ങളെ കുറിച്ചൊക്കെ സംസാരിക്കുക, ഇടപെടുകയും ചെയ്യും. എന്നിട്ട് ജഡത്തിലേക്ക് നയിക്കും. ഗലാത്യ 3-ാം അധ്യായം 3-ാം വചനം പറയുന്നുണ്ട്, ഒരു മുന്നറിയിപ്പ് പോലെ പൗലോസ്ലീഹായിലൂടെ പരിശുദ്ധാത്മാവ് അറിയിക്കും, ആത്മാവിൽ ആരംഭിച്ച് ശരീരത്തിൽ അവസാനിക്കാൻ മാത്രം ഭോഷന്മാരാണോ നിങ്ങൾ? ഹല്ലേലൂയ. ആത്മാവിൽ ആരംഭിച്ച് ശരീരത്തിൽ അവസാനിക്കാൻ മാത്രം ഭോഷന്മാരാണോ നിങ്ങൾ? ഹല്ലേലൂയ. ജപമാല കൂട്ട്, ജപമാല കൂട്ട്, ജപമാല കൂട്ട്, ജപമാല കൂട്ട്.